Hello everyone. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റോഷ്ന. അപ്പോൾ വെൽക്കം ടു റോഷ്നാസ് വൈബ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സാലൂണിലൊക്കെ പോകുമ്പോൾ നമുക്കൊരു എന്താ പറയുക ഒരു അടിപൊളി ആയിട്ട് അവർ സെറ്റ് ചെയ്ത് വരുമല്ലോ മുടി, നല്ലൊരു സ്ട്രെയിറ്റ് ഒരു സ്മൂത്ത് നല്ല ഷൈനി ആയിട്ട് നല്ല മാനേജബിളായിട്ട് ഹെയർ സെറ്റ് ചെയ്ത് തരുമല്ലോ. ആ രീതി നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാം. അതാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ പെട്ടെന്ന് എനിക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു കേളി ലുക്ക് അല്ലെങ്കിൽ വേവി ലുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതാണ് ചെയ്യാറ്. ചിലപ്പോൾ ഞാൻ വെറ്റ് ഹെയറിൽ തന്നെ പെട്ടെന്ന് തന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ബ്ലോ ഡ്രൈയുടെ കൂടെ തന്നെ അങ്ങ് ചെയ്യും. ഇതിപ്പോൾ എൻ്റെ മുടി എന്താ പറയുക, ഞാൻ കോംബ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് മുടി ഉണങ്ങി കഴിഞ്ഞിട്ട് അങ്ങനെ ജസ്റ്റ് 2 ക്ലിപ്പ് വെച്ച് കുത്തി വെച്ചിട്ടുണ്ട്, അത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് സെറ്റ് ചെയ്യുമ്പം ഫുള്ളായിട്ട് മനസ്സിലാവണമല്ലോ. ഞാൻ ഓൾറെഡി എന്താ പറയുക കുറച്ച് ചീവിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലായില്ല. അതുകൊണ്ട് ഞാൻ കോംബ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, ഹെയർ സീറം പോലും അപ്ലൈ ചെയ്തിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ തന്നെ വെച്ചേക്കാണ്. അപ്പം എങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് ഒരു സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മെസ്സി ലുക്ക്, ഒരു മെസ്സി ഹെയറിൽ നിന്നൊരു നല്ലൊരു മാനേജബിൾ ഒരു നല്ലൊരു സ്മൂത്ത് ലുക്കിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു ഹെയർ ഡ്രൈ വെച്ച് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ ഇതൊക്കെ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇതൊരു ഹെയർ ഡ്രയറാണ്. ഇത് ഫിലിപ്സിൻ്റെ ആണ്, അടിപൊളിയാണ്, എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഡ്രയറാണിത്. ഞാനിതിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 8 വർഷത്തിന് മേളിലായി. ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല. ഞാനൊരു 4 വർഷം മുമ്പ് കെരാ സ്മൂത്തിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു ഈ ഒരു ഡ്രയർ. എപ്പോഴും കുളിച്ചതിന് ശേഷം ഡ്രയർ യൂസ് ചെയ്തിട്ട് തന്നെ മുടി ഡ്രൈ ചെയ്യണമെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിനുശേഷം ഭയങ്കരമായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ട്, അപ്പോൾ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് അതാണ് ഞാൻ പറഞ്ഞത്. ഫിലിപ്സിൻ്റെ പ്രൊഫഷണൽ ഹെയർ ഡ്രയറാണ്. ഇതിൻ്റെ മേലിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കാം. ഫിലിപ്സ് സാലൻ ഡ്രൈ ആക്റ്റീവ് അയോൺ എന്നാണ് ഇതിൻ്റെ പേര്. ഓക്കെ, ഞാനിത് യൂസ് ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു സംഭവം ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഡ്രയർ യൂസ് ചെയ്യുന്നതിന് മുമ്പേ 2-3 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. മുടി ഒന്നും ചെയ്തിട്ടില്ല, കോംബ് ചെയ്യണം ഇനി, അതൊരു കാര്യം. പിന്നെ ഹെയർ സീറം അപ്ലൈ ചെയ്യണം, ഹെയർ പ്രൊട്ടക്ഷൻ സീറം അപ്ലൈ ചെയ്തിട്ടാണ് ഞാനിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡീടാങ്കിൾ ചെയ്യാം. ഇതുപോലത്തെ 2 ഇതിലേതെങ്കിലും യൂസ് ചെയ്യാം നിങ്ങൾക്ക്, ഫ്ലാറ്റ് ആയിട്ടുള്ളതോ റൗണ്ട് ആയിട്ടുള്ളതോ ബ്രഷ്. ഏറ്റവും നല്ലത് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുക എപ്പോഴും ഈ ഒരു രീതിയിലുള്ള റൗണ്ട് ആയിട്ടുള്ള ബ്രഷാണ്. അതാണ് എടുക്കാൻ എളുപ്പമായിട്ടുണ്ട്. അതായത് ഡ്രയർ യൂസ് ചെയ്യുമ്പം മുടി എടുക്കാനും വിടാനും ഒക്കെ എളുപ്പം ഇതായിരിക്കും. അപ്പോൾ റൗണ്ട് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് ഡിറ്റാങ്കിൾ ചെയ്തിട്ട് അതിനുശേഷം ഹെയർ സീറം അപ്ലൈ ചെയ്യാം. എന്നിട്ട് നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം. ഓക്കെ, ഈ ഒരു റൗണ്ട് ബ്രഷ് യൂസ് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഡീടാങ്കിൾ ആവും. ഇതായിരിക്കും ഏറ്റവും നല്ലത്. ഫ്ലാറ്റിനേക്കാളും നല്ലത് ഇതാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ എന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം. ഫസ്റ്റൊക്കെ എനിക്ക് ഇതായിരുന്നു കംഫർട്ടബിളായിട്ട് തോന്നിയത്, പക്ഷേ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇതാണ് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനേക്കാൾ യൂസ്ഫുള്ളായിട്ട് തോന്നിയത്. ഇത് ചെയ്യുന്നതിന് മുമ്പേ നന്നായിട്ട് മുടിയുടെ ജടയൊക്കെ കളയണം, ആ കെട്ടൊക്കെ നന്നായിട്ട് കളയണം. എന്നാൽ മാത്രമേ നല്ലൊരു ഒരു സാലൺ ഫിനിഷ് തന്നെ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് മുടിയിൽ ഹെയർ സീറം അപ്ലൈ ചെയ്യാം. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ലോറിയലിൻ്റെ സ്മൂത്ത് ഇൻസ്റ്റൻറ്റ് സ്മൂത്തിങ് സീറമാണ്. ഇതിൻ്റെ റിവ്യൂ ഒക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക്, ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. ഇതാണ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അതിൽ കുറച്ചെടുക്കുക. മുടിക്ക് മാത്രമേ തേക്കാൻ പാടുള്ളൂ, സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. ഓക്കെ, ഈ വകച്ചിലെടുക്കാം. അതിനുശേഷം നമുക്ക് 2-3 ക്ലിപ്പിൻ്റെ ആവശ്യമുണ്ട്. അതിനുശേഷം നമുക്ക് കുറച്ച് ലെയറായിട്ട് ഇത് ചെയ്ത് തുടങ്ങാം. ഫസ്റ്റ് ഞാൻ ഈ ഒരു സൈഡിലാണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഈ ഒരു വശത്തുള്ള മുടി അങ്ങനെ ഞാനൊന്ന് സെക്യൂർ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും അടിയിലുള്ള മുടിയാണ് ചെയ്ത് തുടങ്ങേണ്ടത്. എന്നിട്ട് മാത്രമേ ലാസ്റ്റ് മാത്രമേ ഫ്രണ്ടിലോട്ട് വരാൻ പാടുള്ളൂ. അപ്പോൾ ഫ്രണ്ടിലുള്ള മുടിയൊക്കെ ഞാൻ സെക്യൂർ ചെയ്ത് വെക്കുകയാണ്.
കണ്ടോ, ഈ ഒരു ലാസ്റ്റ് ഏറ്റവും ബാക്കിലുള്ളത് വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഫസ്റ്റ് ഇങ്ങനെയാണ് നമ്മൾ തുടങ്ങേണ്ടത്. അപ്പോൾ കണ്ടോ, ഓക്കെ. എന്നിട്ട് നമ്മുടെ ഈ ഒരു റൗണ്ട് ബ്രഷ് എടുക്കുക, ജസ്റ്റ് ഇങ്ങനെ വെക്കുക. ഓക്കെ, ഇങ്ങനെ വെച്ചതിന് ശേഷം ഹീറ്റ് മീഡിയത്തിലാക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഹൈ ഞാൻ ഒരിക്കലും ചെയ്യാറില്ല. ഹൈ എപ്പോഴും യൂസ് ചെയ്യുന്നത് അത്ര നല്ലതല്ല. എപ്പോഴെങ്കിലും യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. എന്നാലും ഞാൻ മീഡിയമാണ് ഇപ്പോൾ യൂസ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, ഒരുപാട് നല്ല ഹൈയിൽ ഹീറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ട്രെയിറ്റ് ആയി കിട്ടും. നമ്മൾ മീഡിയത്തിൽ എടുക്കുമ്പോൾ കുറച്ച് നേരം എടുക്കും. ഞാൻ മീഡിയത്തിൽ എടുത്തുകൊണ്ടാണ് ഇത് നന്നായിട്ട് ഭയങ്കരമായിട്ട് സ്ട്രെയിറ്റൻ ചെയ്ത പോലെ അല്ലാതെ ഇരിക്കുന്നത്. എന്നാലും ആ ഒരു വേവി ആയിട്ടുള്ളത് മാറിയിട്ടുണ്ട്. അല്ല, ഞാനിപ്പോൾ ഫുള്ള് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. നെക്സ്റ്റ് ഈ ഒരു ലെയറാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ബാക്കിയുള്ള ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം. എപ്പോഴും ഇത് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ആംഗിളിൽ മാത്രമേ ചെയ്ത് പോകൂ, അല്ലാതെ ഇങ്ങനെ ചെയ്യരുത്. അപ്പോൾ നമ്മുടെ ഹെയർ ഫോളിക്കിൾ ഡാമേജ് ആവും, നമ്മുടെ മുടിക്ക് നല്ലതല്ല. ഓക്കെ, എപ്പോഴും ഈ ഒരു ആംഗിളിൽ ഇങ്ങനെ ചെയ്ത് പോകണം. ഓക്കെ, എടുത്തെടുത്ത് ഇങ്ങനെ പോകണം, അല്ലാതെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കരുത്. അല്ലെങ്കിൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ അടിച്ചുകൊണ്ടിരിക്കാനും പാടില്ല, മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, പിന്നെ എപ്പോഴും നമ്മുടെ ഈ ഒരു റൗണ്ട് ബ്രഷ് വന്നിട്ട് ഇങ്ങനെ സെക്യൂർ ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ. എന്നിട്ട് നമ്മൾ വീണ്ടും ഇങ്ങനെ മൂവ് ചെയ്ത് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും ഒരേ സ്ഥലത്ത് തന്നെ അടിക്കുകയും ചെയ്യും, പക്ഷേ നമ്മൾ മൂവ് ചെയ്യുകയും ചെയ്യും അതിനോടൊപ്പം. അപ്പോൾ അതാണ് ഏറ്റവും നല്ല മെത്തേഡ്. ഓക്കെ, ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. വീണ്ടും ആ മുടി തന്നെ വീണ്ടും ഹീറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ പെട്ടെന്ന് സ്ട്രെയിറ്റൻ ആയിട്ട് വരും. ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞെന്ന് ഉറപ്പ് വരുമ്പോൾ നമ്മൾ വിട്ട് കളയും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഈ ഒരു സൈഡ് മൊത്തം ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് കാണാൻ പറ്റും ഡിഫറൻസ് ഉണ്ടോ? നന്നായിട്ട് സ്ട്രെയിറ്റനായിട്ട് ഒരു വേവി, ഒരു സ്മൂതൻ ചെയ്ത ഒരു ലുക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ ഫസ്റ്റ് ഹെയർ സീറം അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കണം, എല്ലായിടത്തും ഒന്ന് ഡിസ്ട്രിബ്യൂട്ട് ആവാൻ വേണ്ടിയിട്ട്, ഒന്ന് സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതാ ഞാനൊരു സൈഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ഒരു സൈഡും കൂടെ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ രണ്ട് സൈഡും ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അല്ല, നിങ്ങൾ കുറച്ചും കൂടെ ഹീറ്റ്, അതായത് ഹൈ ഹീറ്റ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഹൈ ഫ്രീക്വൻസി ഉണ്ടല്ലോ, ഫ്രീക്വൻസി കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാളും നല്ലൊരു സ്ട്രെയിറ്റ് ലുക്ക് കിട്ടും. കുറച്ചും കൂടെ എന്താ പറയുക, ശരിക്കും സ്ട്രെയിറ്റൻ ചെയ്ത ഒരു ലുക്ക് തന്നെ കിട്ടും. ഇതിപ്പോൾ ഞാൻ എന്താ പറയുക, ഹെയർ ഒരുപാട് ഡാമേജ് ആക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മീഡിയം യൂസ് ചെയ്യുന്നത്. ഞാൻ മീഡിയം മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. വളരെ റെയറായിട്ട് മാത്രമേ ഞാൻ ഹൈ ഫ്രീക്വൻസി യൂസ് ചെയ്യുള്ളൂ. ലെയർ കട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്, അല്ലാതെ സ്ട്രെയിറ്റൻ ആവാത്തതിൻ്റെ അല്ല കേട്ടോ. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ. വെറുതെ ഒരു ഹെയർ വാഷ് ചെയ്ത് അവരെ കൊണ്ട് സെറ്റ് ചെയ്യിപ്പിച്ച് ഒരു 1000 rupees ഒന്നും കളയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഹെയർ ഡ്രയർ ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ ഇരുന്ന് പെട്ടെന്ന് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. ഒരു പ്രാവശ്യം കൂടി ഞാൻ നിങ്ങൾക്ക് ടിപ്പ് പറഞ്ഞുതരാം. ജസ്റ്റ് മുടി ഓരോരോ ലെയറായിട്ട് നിങ്ങൾ എടുക്കുക. നിങ്ങൾ എക്സ്പേർട്ട് ആണെന്നുണ്ടെങ്കിൽ പിന്നെ ലെയർ ഇങ്ങനെ ഓരോരോ ലെയർ എടുത്ത് സെക്യൂർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഓരോരോ ലെയർ എടുക്കുക, ഇങ്ങനെ ചെയ്യുക. നമ്മുടെ ഡ്രയർ ഇങ്ങനെ വെച്ചിട്ട് താഴോട്ടേക്ക് എടുക്കുക, വീണ്ടും ഇത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പം ഒരേ സ്ഥലത്ത് തന്നെ കിട്ടുകയും ചെയ്യും, നമ്മൾ അതിനോടൊപ്പം തന്നെ മൂവ് ചെയ്യുകയും ചെയ്യും. ഒരേ സ്ഥലത്ത് തന്നെ ഹീറ്റ് കിട്ടുന്നു എന്നുള്ളൊരു ഇത് ഉണ്ടാവില്ല. ഒരു ഡാമേജ് നിങ്ങൾക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, ഈ ഒരു രീതിയിൽ ഏറ്റവും എല്ലാം ചെയ്ത് കഴിഞ്ഞെന്നുണ്ടെങ്കിൽ നമുക്കിതാ ഇങ്ങനെ വിട്ടു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. വളരെ സിമ്പിളാണ് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ,
അപ്പോൾ നെക്സ്റ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.